Hi dears, welcome to MS Solution. മക്കളെ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? Write the subshell electron configuration of both of the ions FeCl അഥവാ FeCl3. അഥവാ FeCl2 ഉണ്ട് പിന്നെ FeCl3 നെ എന്ത് ചെയ്യാനാണ് പറഞ്ഞത്? സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതാനാണ് പറഞ്ഞത്. ഒന്നുമില്ല, അതിന്റെ മുന്നേ ഇത് എഴുതണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ഇവന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടെത്തണം, അപ്പോൾ ഓക്സിജന്റെ നമ്പർ കണ്ടെത്തണം. അങ്ങനെയാണെങ്കിൽ കണ്ടെത്തിയാലോ? ഒന്നാമത്തെ ആൾ എടുക്കുക FeCl2. FeCl2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മൾ കറക്റ്റ് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പഠിച്ചതാണ്. ഓക്സീകരണ നമ്പർ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ രണ്ടാൾക്കാർ വേണം. ഒന്ന് Fe എന്ന് പറഞ്ഞ ഒരാളുണ്ട്, രണ്ടാമത് C എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇനി നമുക്ക് എന്താ കിട്ടേണ്ടത്? ഇതിൽ ഏതെങ്കിലും ഒരാൾ ഓക്സിജൻ നമ്പർ കിട്ടണം. സർ Clന്റെ ഓക്സിജൻ നമ്പർ മാഷ് പറഞ്ഞുതരാം, -1 ആണ്. സോ സിമ്പിൾ. അങ്ങനെയാണെങ്കിൽ Clന്റെ -1, Fന്റെ നമ്പർ നമ്മൾ കണ്ടെത്തേണ്ട ആളെ നമ്മൾ എന്ത് ചെയ്യുന്നു? X എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നു. ഇനി എന്ത് ചെയ്യണം? X + -1 = 0 എന്ന് കിട്ടണം. അതാണ് കൺസെപ്റ്റ്. അതായത് എത്ര ആൾക്കാരുള്ളത്? ആ രണ്ടാൾക്കാരെ ഓക്സിജൻ നമ്പർ കൂട്ടിയാൽ 0 എന്ന് കിട്ടണം. ആ പൂജ്യങ്ങൾ വല്ലാതെ കൺസിഡർ ചെയ്യേണ്ട പ്രശ്നം അവിടെ കിടക്കട്ടെ. ഇനി നമ്മൾ ഇവർ താഴത്തേക്ക് എടുത്ത് എഴുതാ X പ്ലസ് അഥവാ ഒരു Fe ഉള്ളൂ, അതുകൊണ്ട് ഇത് കൊടുത്തു, X കൊടുത്തു. ഇനി Clന്റെ ഓക്സിജൻ നമ്പർ നമുക്കറിയാം -1 ആണ്. ഇവിടെ -1 ഒരു Clനാണ്. ഇവിടെ നമുക്ക് എത്ര സിലിണ്ടറാ? 2 സിലിണ്ടർ സർ. അപ്പൊ -1 × 2 കൊടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു, = 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി ബാക്കി എന്താ സർ ചെയ്യേണ്ടത്? ബോർഡ് മാസ് പ്രകാരം എന്തിൽ ചെയ്തോളാം? ഫസ്റ്റ് ബ്രാക്കറ്റ് ഉള്ള ആൾക്കാരെ ഫസ്റ്റ് ചെയ്തോളാം. ബ്രാക്കറ്റ് ഉള്ള ആൾ ചെയ്തോ. -1 × 2 എന്ന് പറയുമ്പോൾ 1 × 2 എന്ന് പറഞ്ഞാൽ 2 അല്ലേ? അപ്പൊ -2 ആയിരിക്കും. -1 കൊണ്ട് -2 ആയിരിക്കും സർ. അപ്പൊ ഇവിടെ ഒരു പ്ലസും മൈനസും ഉണ്ടല്ലോ, ഇതാരെ കൺസിഡർ ചെയ്യേണ്ടത്? പ്ലസും മൈനസും വന്നാൽ മൈനസ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പൊ -2 കിടക്കട്ടെ. ഈ X എന്ത് ചെയ്താൽ മതി? താഴേക്ക് എടുത്ത് എഴുതിയാൽ മതി. അപ്പൊ X - 2 = 0 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ X = ഈ -2 എന്നുള്ളത് സമത്തിന്റെ അപ്പുറത്തേക്കാണ് കൊണ്ടുപോയാൽ എന്താണ് ഉണ്ടാവുക? -2 എന്നുള്ളത് +2 ആയി മാറും സർ. സിമ്പിൾ ലോജിക് ആണ്. -2 എന്നുള്ളത് +2 ആയി മാറും. അതായത് Fയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ 2+ ആണ്, അല്ലെങ്കിൽ +2 ആണ്. ഇവിടെ പോസിറ്റീവ് എന്ന് കണ്ടാൽ നിങ്ങൾ മനസ്സിലാക്കണം എന്താണ്? 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കുകയാണ് സർ. നമ്മൾ കയ്യിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോകും. ഈ പോവൽ എവിടെ നിന്നാണ്? ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺസ് പോവുക. അങ്ങനെയാണെങ്കിൽ Feയുടെ ആറ്റോമിക് നമ്പർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടല്ലോ. Feയുടെ ആറ്റോമിക് നമ്പർ 26 ആണ്. സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതിക്കോ. 1s2 2s2 2p6 പിന്നെ 3s2 3p6. ഇതുവരെ എല്ലാവർക്കും പോകും. ഈ 3p കഴിഞ്ഞാൽ പിന്നെ നേരെ ഇലക്ട്രോൺ പോകുന്നത് ചേരുന്ന എവിടെയാണ്? 4s2ലാണ്. 4s2 കഴിയുമ്പോൾ 20 ആയി, ടോട്ടൽ 20 ആയി. ബാക്കി എത്ര ഉണ്ടാവുള്ളൂ? 3dയിൽ 6 ഇലക്ട്രോൺ ഉണ്ടാവും സർ. ഇനി നമ്മൾ ഇവിടുന്ന് എവിടെ നിന്നാണ് ഇലക്ട്രോൺസിനെ കളയേണ്ടത്? നമ്മൾ പറഞ്ഞു 2+ ആണ്. 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോണുകളെ വിട്ട് കൊടുക്കുകയാണ് സർ. 2 ഇലക്ട്രോൺ പോവുകയാണ്. ഈ പോവാന്ന് പറയുമ്പോൾ എവിടെ നിന്ന് ഇലക്ട്രോൺസ് പോകേണ്ടത്? ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ ഏറ്റവും അവസാനം ഇലക്ട്രോൺ വന്നു ചേരുന്നത് നമുക്കറിയാം 3dയിൽ നിന്നാണെന്ന്. അപ്പൊ നമ്മൾ 3dയിൽ നിന്ന് കളയാൻ നോക്കും, പക്ഷെ ഒരിക്കലും കളയരുത് മക്കളെ. ഇവിടെ ഏറ്റവും അവസാനത്തെ ഷെല്ല് ഏതാണ്? ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ഒരു ന്യൂക്ലിയസ് വരച്ചോ. ഒന്നാമത്തെ ഷെല്ല്, രണ്ടാമത്തെ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല്, നാലാമത്തെ ഷെല്ല്. ഈ നാലാമത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അത് എവിടുന്ന സർ കിട്ടിയത്? ഇതോടോ 4 എന്ന് പറഞ്ഞ ഷെല്ലിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. അവ ഏറ്റവും അവസാനം കിടക്കുന്ന ഇലക്ട്രോൺസ് ഇതന്നെയല്ലേ? അവ ഏറ്റവും അവസാനത്തെ ഷെല്ലിൽ നിന്നാണ് ഇലക്ട്രോൺസ് കളയേണ്ടത്. ഇവിടെ 2+ ആയതുകൊണ്ട് 2 ഇലക്ട്രോൺസ് കളയുന്നു. ഇനി 1+ ആണെങ്കിൽ പ്ലസ് മാത്രമാണെങ്കിൽ 1 ഇലക്ട്രോൺസിനെ കളയുന്നു സർ. അപ്പൊ 2+ ആവുമ്പോൾ ഇവരെല്ലാരും പോയി കിട്ടും. അപ്പൊ ഇവരൊക്കെ പോയാൽ ബാക്കി ആരേ ഉണ്ടാവുള്ളൂ? ഇതായിരിക്കും അവന്റെ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. അപ്പൊ 4s2 എന്നുള്ള 2 ഇലക്ട്രോൺസും പോയി, ആ ഷെല്ലും കളഞ്ഞു. അപ്പൊ ഇവനാണ് ഇവന്റെ പുതിയ സബ്ഷെൽ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ. റെഡി ആണല്ലോ? എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കടാ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകതകൾ. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രത്യേകത ചോദിച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് ഇപ്പൊ തന്നെ പഠിപ്പിച്ചുതരാം. ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു പീരിയോഡിക് ടേബിളിന്റെ ഈ ഒരു സെന്റർ പോർഷനാണ് ഡി ബ്ലോക്ക് എന്ന് പറയാം. അതായത് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളിലാണ് ഇവർ പെടുക. എത്ര മുതൽ എത്ര വരെടാ? 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകളാണ്. ഇവരെല്ലാവരും എന്താണ്? ഇവരെല്ലാവരും ആണ്. ഇവരെല്ലാവരും മെറ്റൽസ് അഥവാ ലോഹങ്ങളാണ്. ലോഹങ്ങൾ. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി ഇവർക്ക് എന്തുണ്ടാവുക? നിറമുള്ള സംയുക്തം അഥവാ കളർ കോമ്പൗണ്ട്. നിറമുള്ള സംയുക്തമുണ്ടാകുന്നു. പിന്നെ ഇവർ അറിയപ്പെടുന്ന പേരെന്താണ്? ട്രാൻസിഷൻ എലമെന്റ്. ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസിഷൻ എലമെന്റ് സംക്രമണ മൂലകം എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ 3 പോയിന്റ് സെറ്റ് ആണല്ലോ. 4 പോയിന്റ് പഠിച്ചു. 3 മുതൽ 12 വരെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു. ഇവരെല്ലാവരും ലോഹങ്ങളാണ്, മെറ്റൽസ് ആണ്. പിന്നെ എന്താണ്? നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ട്രാൻസിഷൻ എലമെന്റ് എന്നാണ് അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങളാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടന്റ്ലി എന്താ പറയുക? നമുക്ക് വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അതായത് വ്യത്യസ്ത ഓക്സിജനാവസ്ഥ കാണിക്കുന്നു. എന്താ വേരിയബിൾ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ? ഒരു മൂലകം തന്നെ, ഒരു ആറ്റം തന്നെ എന്ത് ചെയ്യുന്നു? വ്യത്യസ്ത ഓക്സിജൻ സ്റ്റേറ്റ് കാണിക്കുന്നു. അപ്പൊ +2 എന്നൊരു പ്രാവശ്യം കാണിച്ചാൽ വേറെ ആൾ കൂടി ചേരുമ്പോൾ എന്താവുന്നു? +3 എന്ന് കാണിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക? ഓർമ്മ ഉണ്ടാവുക. അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.